ചേട്ടനോട് എന്ന് ചോദിച്ചിട്ടുണ്ട് നിന്റെ അനിയത്തി എന്താ വീട്ടുകാരാണായിട്ടാണോ വളർത്തുന്നത്? എനിക്ക് ഹെയർ ഉണ്ടെന്ന്, ഇത്ര ഹെയർ ഉണ്ട്, പക്ഷെ ഞാൻ നടക്കുന്ന രീതിയും എൻ്റെ പെരുമാറ്റവും എൻ്റെ ബിഹേവിയറും കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്, ഒരു മെയിൽ രീതിയിലാണ്. എനിക്കതാണ് ഇഷ്ടം. ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ അമ്മയോട് പറയുന്ന ഒരു കാര്യമായിരുന്നു, ഈ മൈക്കിൾ ജാക്സൺ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഫേസിൽ ഡിഫറൻസ് വരുത്തി എന്നൊക്കെ കേട്ടിട്ട് ഞാൻ എപ്പോഴും ചെറുപ്പത്തിൽ പറയായിരുന്നു ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മെയിലാവുമെന്ന്. എനിക്കിത് എന്താ സംഭവം എന്ന് അപ്പം അറിയത്തില്ല, പക്ഷെ അപ്പം തൊട്ട് ഞാൻ പറയുമായിരുന്നു, കാരണം എനിക്ക് മെയിലാവണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ഒരു ഗേളിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ, ഐ മീൻ ഈ മെൻസസ് പീരിയഡ്സ്, ആ ഒരു ടൈമിൽ ഗേൾസിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ എനിക്കതിൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പം ഞാൻ ഒരു ദിവസം ഇതുപോലെ വീട്ടുകാരെ വിളിച്ചിരുത്തി സംസാരിക്കുകയത്, എനിക്കങ്ങനെ സ്കൂൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കോളേജിൽ കയറിയ ടൈമിൽ അത് ഞാൻ ഗേൾസ് ഹോളിയിലായിരുന്നു കയറിയത്, പക്ഷേ അവിടെ എന്നെപ്പോലെ അന്ന് ഞാൻ ഹെയർ കട്ട് ചെയ്തു, മെയിൽസ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തു. അപ്പം അവിടെ അന്ന് എന്നെ പോലെ നടക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പ്രിൻസിപ്പളിനാളും വേറെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനാളൊക്കെ ഭയങ്കര കാര്യമായിരുന്നു, അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും വിളിക്കും, മെസ്സേജ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം എൻ്റെ ഒരു ബിഹേവിയർ എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കും. എൻ്റെ ഒരു പ്രശ്നം അങ്ങനെ, ഞാൻ പെട്ടെന്ന്, എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യം, എന്നെ എല്ലാവർക്കും പറ്റിക്കാൻ എളുപ്പമാണ്, കാരണം ഞാൻ പെട്ടെന്ന് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും.